സംസ്ഥാനത്ത് പോലീസുകാർക്കിടയിൽ ആത്മഹത്യ പെരുകുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ മദനകുമാറാണ് ആത്മഹത്യ ചെയ്തത്. 2 ആഴ്ചയ്ക്കിടയിൽ ഇത് 6ാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമ്മൾ ജനം TV ആണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത്. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ റിപ്പോർട്ട് തേടിയിരുന്നു. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാനുമൊക്കെ തീരുമാനമായിരുന്നു. ഇതിനിടയിലാണ് മറ്റൊരു ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും പോലീസിന്റെ ഉന്നതതല യോഗത്തിലും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ ചർച്ച ചെയ്യപ്പെട്ട് ഒരാഴ്ച പിന്നിടുന്നതിനിടയിലാണ് വീണ്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെയിൽ ശക്തമായ രീതിയിലുള്ള ഒരു വർക്ക് സമ്മർദ്ദം അല്ലെങ്കിൽ ജോലിഭാരം കൂടി നിൽക്കുന്നു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയരുന്ന സാഹചര്യമുണ്ട്. ആ ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ 2 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പോലീസ് സേനയ്ക്കുള്ളിലെ ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യാ പ്രവണത സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമാണ് ഇപ്പോൾ പൂന്തറ സ്റ്റേഷനിലെ മദനകുമാറിന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് മറ്റു സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഈ മദനകുമാറിന് ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബത്തിൽ നിന്ന് പോലും നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഉയരുന്ന ചോദ്യം. ഇതിൽ പ്രധാനമായും ഉയരുന്ന വിഷയം ഇത് തന്നെയാണ്. പോലീസ് സേനയ്ക്കുള്ളിൽ ശക്തമായ രീതിയിലുള്ള ഒരു സമ്മർദ്ദം, പ്രത്യേകിച്ച് ജോലിഭാരം പോലീസുകാർക്കിടയിൽ അധികമായി അടിച്ചേൽപ്പിക്കുന്നു. അധികമായ ഡ്യൂട്ടി ഷെഡ്യൂളുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യാപകമാകുന്നു. പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്ക് അമിതമായ ജോലിഭാരമാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ആത്മഹത്യ ചെയ്തു.